അല്ല, സമരം ചെയ്യുന്നവർക്ക് ബുദ്ധിയാവുന്നുണ്ട്. പക്ഷേ സമരം നേതൃത്വം കൊടുക്കുന്നവർ ശരിയാക്കാൻ ബുദ്ധിയാവാതെ അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? 26,000-ഓളം തൊഴിലാളികളുണ്ട് ഈ ഇതിൻ്റെ അകത്ത്. 26,000 അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പർ. അത് വേറെ പ്രശ്നം. അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. 1% ഉള്ളെങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ഗവൺമെൻറ് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. അതാ പ്രശ്നം. അല്ലാണ്ട് വേറെ എന്താ ഇതിൽ വേറെ പ്രശ്നമുള്ളത്? ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിനെ കാണാൻ പോയതൊന്നുമല്ല. അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയൊരു വാർത്തയാണ്. നിങ്ങൾ ആ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പിന്നെ അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും അത് കാണാൻ പറ്റിയില്ല, എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവ്വ ബംഗാളത്ത് പോയ പോലെ. ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന്? ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? പോയപ്പോഴാ? എപ്പോൾ? എന്തെന്ന്? അതെ, അത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ. വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു. സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത്. അത് ബാലഗോപാലൻ ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ്. അനുവാദം ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും, മന്ത്രിയെ കാണും. സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ. അതുമാത്രമല്ല, അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അതാ കാര്യം. എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയലുണ്ട്. ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ. അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല. മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു. കാണണമെന്ന് പറയുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ പറഞ്ഞു. 17-ാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു 10. എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല. കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനമില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല. കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല. കാണാൻ വേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് നിങ്ങൾ കാണാൻ പോയില്ല, അവിടെ ശ്രദ്ധിച്ചില്ല, ആത്മാർത്ഥയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു. നിങ്ങളെന്നെ കണ്ടോളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട്.